ഹായ് ഓൾ, എൽബിയൻ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വുമൺ എംപവർമെന്റിനെ കുറിച്ചിട്ടാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്ത്രീകൾ ഈ ഒരു ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. വളരെ വലിയ അച്ചീവ്മെന്റ് നേടിക്കൊണ്ടിരിക്കുന്ന പല കമ്പനികളുടെയും ടോപ്പ് റാങ്ക് ലീഡേഴ്സ് പോലും സ്ത്രീകളാണ്. അങ്ങനെയാണെങ്കിൽ വുമൺ എംപവർമെന്റ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് വലിയ പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ പ്രാധാന്യമുള്ള കാലഘട്ടത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ ടീമിലെ സ്ത്രീകൾക്ക് അയച്ചു കൊടുക്കേണ്ട ഒരു വീഡിയോ ആണിത്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീകളും കാണേണ്ട ഒരു വീഡിയോ കൂടെയാണിത്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വിജയിക്കുന്ന ആളുകളിൽ ഏകദേശം ഒരു 50-60% സ്ത്രീകളാണ് എന്നതാണ് കണക്ക്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലെ ടോപ്പിക്കുകൾ നമ്മൾ പല സെഷനുകളിലായിട്ട് ഓഫ്ലൈനായിട്ടോ ഓൺലൈനായിട്ടോ 2 ദിവസത്തെ കോഴ്സായിട്ടോ 30 ദിവസത്തെ കോഴ്സായിട്ടോ 1 ഡേയുടെ ചെറിയ സെമിനാറുകളായിട്ടോ പല രീതിയിൽ പല സമയത്ത് നമ്മൾ അനൗൺസ് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലൊക്കെ ലേഡീസും വരാറുണ്ട്, ജെൻസും വരാറുണ്ട്. എന്നിരുന്നാൽ പോലും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടെ ഞാൻ ഷെയർ ചെയ്യുവാണ്. നമ്മളുടെ ട്രെയിനിങ്ങിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന കൗണ്ട് എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെയും സ്ത്രീകളുടെ പങ്ക് ചെറുതല്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് അനലൈസ് ചെയ്ത ഒരു കണക്കും കൂടിയാണ് ഇത്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കണക്കും കൂടിയാണ്. ഈ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടും കൂടെ നോക്കിയപ്പോഴാണ് ഞാനും പേഴ്സണലി അത് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് ട്രെയിനിങ്ങിൽ വന്ന മൊത്തം ആളുകളുടെ കൗണ്ട് എടുത്ത് നോക്കുന്ന സമയത്ത് എൻ്റെ പ്രോഗ്രാമിൽ വരുന്ന 60% ആളുകളും സ്ത്രീകളാണ്. അതായത് 100 പേര് വന്നിട്ടുണ്ടെങ്കിൽ 60 സ്ത്രീകളാണ് എന്നൊരു കണക്കാണ് എനിക്കടക്കം കിട്ടിയിട്ടുള്ളത് ആസ് എ ട്രെയിനർ എന്നുള്ള രീതിയിൽ. ഈ ഒരു ഇൻഡസ്ട്രിയെ നോക്കി കാണുമ്പോൾ അതിലൂടെ നിങ്ങളും ഞാനും എല്ലാവരും മനസ്സിലാക്കേണ്ട എന്താണ്, സ്ത്രീകളുടെ ഡയറക്ട് സെല്ലിംഗിലേക്കുള്ള പങ്കാളിത്തം ഒട്ടും കുറവല്ല. പുരുഷന്മാരെക്കാൾ കൂടുതൽ പങ്കാളിത്തവും അച്ചീവ്മെന്റ്സും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതും സ്ത്രീകൾക്കാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് അത്രയധികം അച്ചീവ്മെന്റ്സും കാര്യങ്ങളൊക്കെ സാധ്യതയുണ്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ത്രീകൾ എന്തുകൊണ്ടാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരണമെന്ന് ഞാൻ അവകാശപ്പെടുന്നത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രി അവകാശപ്പെടുന്നത് എന്നുള്ള ഒരു 6ഓളം പോയിന്റുകളെ കുറിച്ച് നമുക്ക് നോക്കാം. അതിൽ പല കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിരിക്കും, പല കാര്യങ്ങൾ നിങ്ങൾക്ക് പുതിയ നോളജും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് പോയേക്കാം. ഒന്നാമത്തെ പോയിന്റ് ആണ് ഈസി ടു സ്റ്റാർട്ട്. ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടാവും. ഫാമിലിയുടെ ഭാഗമായിട്ട്, സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള ഇഷ്യൂസ് അവർ നേരിടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സംരംഭം തുടങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൻ്റെ ലാൻഡ്, ലേബർ ക്യാപിറ്റൽ, എംപ്ലോയീസ്, സാലറി, അല്ലെ, റെൻറ്റ്, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട് നോർമൽ ട്രഡീഷണൽ ബിസിനസ് മേഖലകളിൽ. പക്ഷേ ഈസി ടു സ്റ്റാർട്ട് എന്ന് പറയുന്ന സമയത്ത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെയാണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ള സാഹചര്യങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞ ലാൻഡ് മുതൽ ലേബർ വരെയുള്ള സാലറി തൊട്ടുള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങളും നമ്മളൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ പ്രോപ്പറായിട്ട് കമ്പനിയും ഗവൺമെൻറ്റുകളും ഇവിടെ കൃത്യമായിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു വെച്ചിട്ട് നമ്മളിതൊന്ന് തുടങ്ങി വെച്ചാൽ മതി. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് സ്ത്രീകൾക്ക് എല്ലാവർക്കും ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു മേഖലയുടെ ഏറ്റവും പ്ലസ് പോയിന്റ്. സ്ത്രീകൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആകുന്ന ഒരു ഫസ്റ്റത്തെ പോയിന്റും അത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യമാണ് സെക്യൂർഡ് വർക്ക്. സെക്യൂർഡ് വർക്ക് എന്ന് പറയുമ്പോൾ സ്ത്രീകൾ ഒരുപാട് ആളുകൾ പല മേഖലകളിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പല രീതിയിലുള്ള സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. എന്നിരുന്നാൽ പോലും സ്ത്രീകൾ ഇന്ന് അനുഭവിക്കുന്ന കുറച്ചധികം പ്രശ്നങ്ങളും സോഷ്യലി ഉള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ പത്രമാധ്യമങ്ങൾ വഴിയൊക്കെ നമ്മൾ പല സമയങ്ങളിലായിട്ട് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അവരെ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ ചെയ്യുന്നത് ആരുടെ കൂടെയാണ്? ബിസിനസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളുടെ ബന്ധുക്കളുടെ കൂടെ, സുഹൃത്തുക്കളുടെ കൂടെ, അറിയുന്ന ആളുകളുടെ കൂടെ, അല്ലെങ്കിൽ നമ്മളോട് അത്രയധികം കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒന്നിൽ കൂടുതൽ ആളുകളുടെ കൂടെ മിങ്കിൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് നമ്മൾ ഇനി ഒരു ജോലിനെ സംബന്ധിച്ചിടത്തോളം നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊഫഷണൽ റിലേറ്റഡ് ആയിട്ട് ഫീൽഡ് വർക്കായിട്ട് റിലേറ്റഡ് ആയിട്ട് നോക്കുന്ന സമയത്തൊക്കെ അവിടെ നമ്മൾ പൂർണ്ണമായും അൺനോൺ ആയിട്ടുള്ള ആളുകളുടെ കൂടെ, അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്ത് അപ്പോൾ വന്ന് പരിചയപ്പെട്ട ആളുകളുടെ കൂടെ കൃത്യമായിട്ടുള്ളൊരു സപ്പോർട്ടോ കാര്യങ്ങളോ ഏത് ഒന്നും അറിയാത്തൊരു സാഹചര്യത്തിൽ വർക്ക് ചെയ്യേണ്ട ഒരു രീതിയാണത്. പക്ഷേ ഇവിടെ നമ്മൾക്കറിയുന്ന നമ്മുടെ ഫ്രണ്ട്സിൻ്റെ, നമ്മുടെ ബന്ധുക്കളുടെ, നമ്മുടെ അയൽവാസികളുടെ കൂടെ ഇനി ഓഫ്ലൈൻ ആയിട്ട് ഇല്ലെങ്കിൽ പോലും ഓൺലൈനായിട്ട് പൂർണ്ണമായും സെക്യൂരിറ്റിയോട് കൂടെ നമുക്ക് വർക്ക് ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഡയറക്ട് സെല്ലിംഗ് നമ്മൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു വർക്ക് പ്ലാറ്റ്ഫോം ആയിട്ട് സ്ത്രീകൾക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും.
മൂന്നാമത്തെ കാര്യമാണ് എക്സ്ട്രാ ഇൻകം. എക്സ്ട്രാ ഇൻകം എന്ന് പറയുമ്പോൾ അധിക വരുമാനം ആഗ്രഹിക്കാത്ത ഒരാളും ഈ ലോകത്തിൽ, അത് ജെൻസ് ആയിക്കോട്ടെ ലേഡീസ് ആയിക്കോട്ടെ, ആരും തന്നെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ ഒരു ഫാമിലി ഇന്ന് ജീവിച്ചു പോകാനുള്ള ഒരു ചിലവ് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഒരു ബേസിക് ആയിട്ട് ഒരു 40,000 മുതൽ ഒരു 50,000 ഒന്നും ഇല്ലാതെ ഇന്ന് പിടിച്ചു പോകാൻ വേണ്ടി നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. പല കാര്യങ്ങളുടെ റേറ്റ് ഹൈക്ക് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് അതൊരു ഫാമിലിയിൽ മെയിനായിട്ട് കൂടുതലായിട്ടും ഭർത്താക്കന്മാരാണ് സമ്പാദിക്കുന്നത്. ഭാര്യമാർ വീട്ടിലൊക്കെ ഒതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഭർത്താവിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫാമിലിനെ ഒന്ന് എക്സ്ട്രാ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അവർക്ക് ഓഫ്ലൈനായിട്ടോ ഓൺലൈനായിട്ടോ തുടങ്ങാൻ വേണ്ടി പറ്റുന്ന ഒരു സംരംഭമാണ്, അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർഷിപ്പാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അഥവാ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലൂടെ നമ്മൾക്ക് ഇവിടെ അവൈലബിൾ ആവുന്നത്. അപ്പോൾ എക്സ്ട്രാ ഇൻകം നേടാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഭാവിയിലെ ഒരു ഇൻഡസ്ട്രി കൂടിയാണ് ഡയറക്റ്റ് സെല്ലിംഗ്. നാലാമത്തെ കാര്യമാണ് അസറ്റ് മാനേജ്മെന്റ്. അസറ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു വീട്ടിലുള്ള സമ്പാദ്യം കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് സ്ത്രീക്കാണോ പുരുഷനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സൈക്കോളജിക്കലായിട്ടും പല രീതിയിലുള്ള റീസൺ കൊണ്ട് പറയുന്നു, സ്ത്രീകൾക്കാണ് കൂടുതൽ സാമർത്ഥ്യം, അല്ലെങ്കിൽ സ്ത്രീകളാണ് അത് എഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യാൻ ഏബിൾ ആയിട്ടുള്ള ആളുകൾ എന്നതാണ്. ഇപ്പോൾ റെസിഷൻ്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള സ്ഥാപനങ്ങളും തകർന്ന സമയത്തൊക്കെ പല രീതിയിലെ ഇഷ്യൂ, വലിയ രീതിയിൽ ലോകത്തിനെ തന്നെ അഫക്റ്റ് ചെയ്ത പല ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ നടന്ന സമയത്ത് അവിടെയൊക്കെ വന്നിരുന്ന ഒരു പഠനം, ആ കമ്പനികളുടെ അല്ലെങ്കിൽ അത്തരം ഇഷ്യൂ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ അതിൻ്റെ മേധാവിയായിട്ട് ടോപ്പ് പൊസിഷനിൽ ഒരു സ്ത്രീയാണ് ഉണ്ടായിരുന്നത് എങ്കിൽ അതൊന്നും നടക്കില്ലായിരുന്നു എന്നതാണ് പലരും അഭിപ്രായപ്പെട്ടുള്ളത്. വിദഗ്ധരായിട്ടുള്ള പല ആളുകളും എന്താ പറയുക, ഇക്കോണമി റിലേറ്റഡ് ആയിട്ട് പല കാര്യങ്ങളും നോക്കുന്ന വിദഗ്ധരൊക്കെ അവകാശപ്പെട്ടത് ആ രീതിയിലാണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഒന്നുമില്ലാതെ അവരൊന്നും പറയില്ലല്ലോ. അപ്പോൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ പണത്തിനെ അല്ലെങ്കിൽ അസറ്റിനെ മാനേജ് ചെയ്യാനുള്ള ഒരു പവർ എപ്പോഴും സ്ത്രീകൾക്കുണ്ട്. തീർച്ചയായിട്ടും ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് നല്ലൊരു ടീം ഉണ്ടെങ്കിൽ പാസീവായിട്ട് ലക്ഷങ്ങളോ കോടികളോ വരുമാനം കിട്ടേണ്ട ഒരു പ്രൊഫഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന വരുമാനത്തിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകാനും പറ്റുന്ന രീതിയിലുള്ള ഒരു സ്കില്ല് സ്ത്രീകൾക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ എത്ര വരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാലും കൃത്യമായിട്ട് അതിനെ ഉണ്ടാക്കുന്ന വരുമാനം ഹ്യൂജാണ്, ബട്ട് അതിനെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാനും നിങ്ങൾക്ക് പറ്റുന്നതുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരുപാട് കാര്യങ്ങൾ പണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടാവാത്ത രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ അതും ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് എടുത്ത് കാണിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ്. അഞ്ചാമത്തെ കാര്യമാണ് പ്രൊഡക്റ്റ് റിലയബിലിറ്റി. പ്രൊഡക്ട്സ് എന്ന് പറയുന്ന സമയത്ത് പല രീതിയിലുള്ള പ്രൊഡക്റ്റുകളുണ്ട്. ഹോം കെയർ, വെൽനെസ്, ബ്യൂട്ടി, കോസ്മെറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ. ഈ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രൊഡക്റ്റുകളാണ്. അല്ലെങ്കിൽ പൊതുവേ നമുക്ക് ഇങ്ങനെ പറയാം, ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രൊഡക്റ്റുകളെല്ലാം തന്നെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള പരിചയമുള്ള, ഇപ്പോൾ ലൈക്ക് ഗ്രോസറി പ്രൊഡക്റ്റുകൾ, ഡ്രസ്സ്, ഗാർമെൻറ്റ്സ്. അപ്പോൾ ഇതിലൊക്കെ തീർച്ചയായിട്ടും ജെൻസിനേക്കാൾ കൂടുതൽ വുമൺസിനാണ് കുറേ കൂടെ ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാനും അതിനെക്കുറിച്ച് പറയാനും ഒക്കെ സാധ്യതയുള്ളത്. കാരണം അവർ പൊതുവെ ആ രീതിയിലുള്ള പ്രൊഡക്റ്റുകളിലൊക്കെ വളരെയധികം കോൺഷ്യസ് ആയിരിക്കും. അവർ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് രീതിയിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളും കൂടെയാണ് അല്ലേ. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ആ പ്രൊഡക്റ്റിനെ അടുത്തറിഞ്ഞ് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു പ്ലസ് പോയിന്റ് അത് സ്ത്രീകൾക്ക് തന്നെയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ അതും ഒരു മേന്മയായിട്ട് നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി പറയാൻ വേണ്ടി പറ്റുന്ന കാര്യം കൂടിയാണ്. ആറാമത്തെ കാര്യമാണ് റിലേഷൻഷിപ്പ് മെയിൻ്റനൻസ്. റിലേഷൻഷിപ്പ്, ബന്ധങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദങ്ങളെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതും സ്ത്രീകൾക്കാണ്. പുരുഷന്മാർക്ക് പറ്റില്ല എന്നതല്ല ഉദ്ദേശിച്ചത്. ഇതൊന്നും പുരുഷന്മാർക്ക് പറ്റില്ല എന്നത് ലിബിൻ പറയുന്നില്ല. പക്ഷെ ഒന്നും കൂടെ മേൽക്കോയ്മ ഉള്ളത് സ്ത്രീകൾക്കാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അവർ അമ്മയാണ്, ഫ്രണ്ടാണ്, എല്ലാ രീതിയിലും നമ്മളോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. നമ്മൾ തന്നെ നമ്മുടെ അമ്മേനെ, എൻ്റെ അമ്മയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയാറില്ലേ. ഞാൻ പേഴ്സണലി അങ്ങനെ പറയാറുണ്ട്. കാരണം ഞാൻ എൻ്റെ അമ്മയോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഒരു കുടുംബ ബന്ധത്തിൻ്റെ കടിഞ്ഞാണുള്ളത്, അല്ലെങ്കിൽ അതിനെ ഇമോഷണലി ബോണ്ടിങ്ങോട് കൂടിയിട്ട് പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ കുടുംബത്തിലെ സ്ത്രീ ആയിരിക്കും. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു റിലേഷൻഷിപ്പിനെ ഫലപ്രദമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പുരുഷന്മാർക്കും പറ്റും. സ്ത്രീകളിലും പല രീതിയിലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്, ഇല്ല എന്നല്ല. എന്നാലും നമ്മൾക്കൊന്ന് ഗ്ലോബലി നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചർ ബേസ്ഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് സ്ത്രീകൾ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ബോണ്ടിങ്ങിൽ അവർക്കുള്ള ഒരു മേൽക്കോയ്മ തീർച്ചയായിട്ടും ഒന്നും കൂടെ കൂടുതലാണ്. അപ്പോൾ ആ
സംഭവങ്ങളൊക്കെ തീർച്ചയായിട്ടും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇവിടെ ആ ഒരു പോയിന്റ് ഞാൻ കൊണ്ടുവരാനുള്ള റീസൺ. അപ്പോൾ 6ഓളം പോയിന്റുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ 6ഓളം പോയിന്റുകൾ വളരെ വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ വീഡിയോ തീർച്ചയായിട്ടും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ടീമിൽ സ്ത്രീകൾക്ക് ഈ ഒരു വീഡിയോ കാണാനുള്ള സൗകര്യങ്ങളും കൂടെ ഉണ്ടാക്കി കൊടുക്കുക. പോസിബിലിറ്റീസ് അറിയാത്തതുകൊണ്ട് മാത്രം അവർ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും വിടരുത്. ഇത്തരത്തിലുള്ള പ്ലസ് പോയിന്റിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം കൂടെ മറക്കാതിരിക്കുക. ഈ വരുന്ന 25-26 തീയതികളിൽ നമ്മൾ എൽബിയൻ ടോക്സിന്റെ ബാനറിൽ ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഇൻവിറ്റേഷൻ എക്സലൻസ് എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഗ്രാമാണത്. സൂമിലൂടെ ഓൺലൈനായിട്ട് 2 ദിവസമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വരുന്ന A to Z കാര്യങ്ങളാണ് ഇൻവിറ്റേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് ഉണ്ടാക്കി തരുന്ന രീതിയിലുള്ള പ്രോഗ്രാം ആയിരിക്കും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ എഡ്യൂക്കേഷൻ ഇല്ലാതെ, പഠിക്കാതെ, പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാതെ, പുതിയ സ്ട്രാറ്റജി മനസ്സിലാക്കാതെ, ഒത്തിരി പോയിന്റുകൾ മനസ്സിലാക്കാതെ ഒരിക്കലും മുന്നോട്ടേക്ക് പോകാനോ സക്സസ് ആവാനോ ഇനിയുള്ള കാലത്ത് പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവോട് കൂടിയിട്ട് ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ അതൊന്ന് മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ.